ചക്കാലക്കൽ ബി.ജെ.പിക്ക് പൂർണ്ണമായിട്ടും ഇവിടെ പി.സി. ജോർജിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ പി.സി. ജോർജിനെ പിന്തുണയ്ക്കുന്നുണ്ട്? എന്തായാലും ആ പരാമർശം അത് കേട്ടു നോക്കുമ്പോൾ ആർക്കും അതിന് പിന്തുണ നൽകാൻ കഴിയില്ല. കാരണം ഒരു സമുദായത്തെ മുഴുവനായിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് എന്ന രീതിയിലാണ് മുസ്ലിം സമുദായത്തോട് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഷാക്കിർ അത് കേട്ടതാണ്. ഷാക്കിറിനോടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് എന്നുള്ള പരാമർശം, പാകിസ്ഥാനിൽ പോകൂ എന്നുള്ള പരാമർശവും. ഇത് ബി.ജെ.പിക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന ഒന്നാണോ? കേരളത്തിലെ തലയെടുപ്പുള്ളൊരു നേതാവാണ് പി.സി. ജോർജ്. അദ്ദേഹം 1980 മുതൽ 2021 വരെ അവിടുത്തെ MLA ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ എടുത്തു പറയത്തക്ക നേതാക്കളിൽ ഒരാളാണ് പി.സി. ജോർജ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ഞങ്ങൾ മറ്റൊരു കാര്യം പറയാനോട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എന്തിനാണ് പി.സി. ജോർജിനെ തള്ളിപ്പറയുന്നത്? ഇവിടെ അദ്ദേഹം പറഞ്ഞു പി.സി. ജോർജിന് ഒരു ടങ് സ്ലിപ്പ് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ അഡ്രസ് ചെയ്തൊരു വിഷയമാണ്. അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തോട് അത് പറയുകയും ചെയ്തു. എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ ആർക്കെങ്കിലും അതിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പി.സി. ജോർജിന്റെ കോടതി പോലും അംഗീകരിച്ചില്ല. കോടതിയിലും പറഞ്ഞിരുന്നു, പക്ഷേ കോടതി പോലും അത് അംഗീകരിച്ചില്ല. കോടതി പോലും അത് അംഗീകരിച്ചില്ല. ഉറങ്ങുന്നത് വരെ അല്ല, കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും അർഹതയില്ലാത്ത ആളാണ് എന്ന രീതിയിൽ പരാമർശം. മഞ്ജുഷ, പി.സി. ജോർജ് ഒരു നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, കാലങ്ങളായിട്ട് പി.സി. ജോർജിന്റെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹം എത്രയോ കൊല്ലങ്ങളായി നിയമസഭാ സാമാജികനല്ലേ. അദ്ദേഹത്തിന് ഉണ്ടായ വിഷയം എന്താ? അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നിങ്ങൾക്കൊരു കാര്യം അറിയുമ്പോൾ, നിങ്ങൾ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ ഈരാറ്റുപേട്ടയിലേക്ക് പോകൂ, അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങളോടൊക്കെ സംസാരിക്കൂ. കഴിഞ്ഞ 40ഓളം വർഷങ്ങളായി നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികൾക്ക് 1,50,000 രൂപയൊക്കെ വിവാഹത്തിന് കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് വിവാഹം നടത്തി കൊടുത്തൊരു മനുഷ്യൻ. നൂറുകണക്കിന് പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളെ, അങ്ങനെ എടുത്തു പറയുന്നത് അദ്ദേഹത്തെ മുസ്ലിം വിരോധിയാക്കുന്നുകൊണ്ട് പറയുന്ന മുസ്ലിം, അവിടെ തന്നെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം അത് MLA ഫണ്ടിൽ നല്ല കൊടുക്കുന്നത്, തന്റെ കുടുംബസ്വത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു നാടൻ ഭാഷയിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് പി.സി. ജോർജ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്, ഇത്രത്തോളം താൻ സ്നേഹിച്ച ഒരു ജനം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരസ്കരിച്ചത് കണ്ടപ്പോ തനിക്ക് അതൊരു വേദനയായി. അത് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അല്പം വൈകാരികം അദ്ദേഹം പ്രതികരിക്കുന്നു. വൈകാരികതയുടെ അങ്ങേയറ്റമായി പോയി. അങ്ങനെയല്ല ജോമോന്, അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് ഈ രീതിയിൽ നിലപാട് ആ രീതിയിലാക്കുന്ന ഒരാൾ ഒരു നേതാവായിരിക്കാൻ യോഗ്യനായ ആളല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ആ ഈരാറ്റുപേട്ടയിലെ ജനസംഖ്യ എടുത്തു പറഞ്ഞ് അതിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ ആ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഒരു തീവ്രവാദ സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറയാൻ കുഴപ്പമില്ല. പക്ഷെ ഇതിനെല്ലാം ഓരോരുത്തരെയും എണ്ണി അദ്ദേഹം പറയുകയാണ്. ഓരോരുത്തരെയും അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ഈരാറ്റുപേട്ടയുടെ ഇന്നലകളെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഈരാറ്റുപേട്ട ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈരാറ്റുപേട്ടയെ ഒരു ഉള്ളംകൈയിൽ നടക്കുന്നത് പോലെ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ്. പൂഞ്ഞാറ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനില്ല പൂഞ്ഞാറ് മണ്ഡലത്തിൽ. നിങ്ങൾക്കറിയുമോ? അദ്ദേഹം അത്രത്തോളം ആ മണ്ഡലത്തോട് ഇടചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളുടെ ഈരാറ്റുപേട്ടയല്ല ഇന്ന് SDPI പോലെയുള്ള അല്ലെങ്കിൽ PFI പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾ ഈരാറ്റുപേട്ടയുടെ 4 പുറത്തും അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദേശീയ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചാലേ മതിയാകൂ. പക്ഷെ PFIയുടെ കാര്യം എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിന് വിമർശിക്കാമായിരുന്നു. അല്ല, PFIയുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിമർശിക്കാമായിരുന്നു. അതൊരു രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ അല്ല ആ രീതിയിൽ കാണാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് ആ രീതിയിൽ അല്ല അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ടാണ് കോടതിയും അങ്ങനെ ഇടപെട്ടത്. ചർച്ചയിൽ നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ഇല്ല, ഞാൻ പറയും, കോടതി നിയമപരമായിട്ട് കോടതിയുടെ വഴിക്ക് പൊക്കോട്ടെ. ഞങ്ങൾ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, ഞങ്ങൾ കോടതിയെ കല്ലെറിയാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ CPM ചെയ്ത പോലെ വടകര കോടതിയിൽ പി. മോഹൻ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കോടതിയിൽ 3 മണിക്കൂറോളം കല്ലെറുകയും ജഡ്ജിക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കോടതിയെ വിമർശിക്കുകയും ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ മനുഷ്യന്റെ ആർജവത്തെ നിങ്ങളൊന്ന് നോക്കണം. ഈ മനുഷ്യൻ ഇത്രത്തോളം ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ മരുമകളോടുകൂടെ കാറിൽ ചെന്ന് നടന്നാണ് ആ കോടതിയിലേക്ക് പോയത്. അല്ലാതെ P. ജയരാജനെ പോലെ ആംബുലൻസിനെ വിളിച്ചു വരുത്തി ശ്വാസം പോലും ലഭിക്കുന്നില്ലെന്ന്
പറഞ്ഞ് അനുയായികളെ കൂട്ടുനിർത്തി ആംബുലൻസിൽ നിന്ന് CBIക്കാണോ ആശുപത്രിയിലേക്കാണോ പോയത്? അല്ലല്ലോ. അദ്ദേഹം എത്ര ക്രെഡിബിലിറ്റി ഉള്ള മനുഷ്യനാണെന്നൊക്കെ, അദ്ദേഹത്തിന് യഥാർത്ഥമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വൃത്തിയായിട്ടല്ലേ ഇന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് വായിൽ നിന്ന് വീണത് അത്ര വൃത്തിയുള്ള കാര്യമായിരുന്നില്ല ശ്രീ ജോമോൻ ചക്കാലക്കൽ. അത് എത്രമാത്രം ന്യായീകരിച്ചാലും കാര്യമായിരുന്നില്ല. അല്ല, ടങ്ക്സ്ലിപ്പ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഇതിനു മുൻപും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ ആ രീതിയിലും കണ്ടിട്ടുണ്ട്, മുന്നറിയിപ്പുകളും നൽകിയിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അദ്ദേഹം നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറി എന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ അദ്ദേഹം. അല്ല, 40ഓളം അല്ല 1980 മുതൽ അല്ലെങ്കിൽ 2021 വരെയുടെ MLA ആയിരിക്കാൻ അത്രയും ഒരു മോശം മനുഷ്യനാണെങ്കിൽ ആ ജനങ്ങൾ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുമായിരുന്നോ? ഇല്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അല്പം വൈകാരികമായി അല്പം പ്രഷറൊക്കെ കൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മളൊക്കെ പ്രതികരിക്കുന്ന പോലെ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ വളരെ ശാന്തമായിട്ടൊന്നും പ്രതികരിച്ചെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു പാകപ്പെട, അദ്ദേഹം അത് മലയാളി പൊതുസമൂഹത്തോട് ഏറ്റു പറഞ്ഞല്ലോ, എനിക്കൊരു തെറ്റ് പറ്റി, അതിൽ ഈ വിഷയം അവിടെ കൊണ്ട് തീർക്കാമായിരുന്നു. ഇത് രാഷ്ട്രീയ കളികളല്ലേ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ കളിക്കുന്ന ഒരു കളിയല്ലേ. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെയല്ലേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നിങ്ങൾ നോക്കണം, ഇവിടെ അദ്ദേഹത്തിന്റെ മകൻ, ഞങ്ങളുടെ ഊർജ്ജസ്വലനായ നേതാവ് ഷോൺ ജോർജ് ഇവിടെ SFI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, മാസപ്പടിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിനെല്ലാം അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ വിഷയത്തിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഇവരെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. ഇവിടുത്തെ ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും, ഇവർ ഇന്ത്യ മുന്നണിയാണല്ലോ, ഇവർ ഒരു മുന്നണി ആയതുകൊണ്ടല്ലേ ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ് മൂന്നാമതും ഇവിടെ ആര് അധികാരത്തിൽ വരാൻ പോകുന്നത്. ശരി ജോമോൻ, എന്തായാലും അല്ല, BJP അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തെ വേട്ടയാടുന്നു, ജോർജിനെ വേട്ടയാടുന്നു എന്നാണ് BJPയുടെ വാദം. ശ്രീത് പണിക്കർ, ഈ രീതിയിൽ BJP പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയും? ഒരു കാര്യം തുറന്നു പറയാം മഞ്ജുഷ, ഒറ്റ കാര്യം ഞങ്ങൾ തുറന്നു പറയാം. PC ജോർജ് എന്ന നേതാവിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു ടങ് സ്ലിപ്പാണ്. PC ജോർജ് എന്ന നേതാവിനെയോ ഷോൺ ജോർജ് എന്ന അദ്ദേഹത്തിന്റെ മകനായ ഞങ്ങളുടെ നേതാവിനെയോ തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് രാവിലെ മുതൽ ജനപ്രവാഹങ്ങൾ അവിടേക്ക് പോകുന്നു. ഞങ്ങളുടെ 2 ജില്ലാ പ്രസിഡന്റുമാർ അവിടേക്ക് പോകുന്നു. ഞങ്ങളുടെ മധ്യമേഖലാ സെക്രട്ടറി എൻ ഹരി അവിടേക്ക് പോകുന്നു. പിന്നെ ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു പറയുക ചെയ്തത്, ഇനി അങ്ങോട്ട് ആരും വരണ്ട, ഇവിടെ ജനത്തിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞ് വന്ന ആളുകൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ശരി ജോമൻ, എന്തായാലും നിങ്ങൾക്ക് ആ പരാമർശം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതൊരു ടൈം സ്ലിപ്പാണ് നിങ്ങൾ പറയുകയും ചെയ്യുകയാണ്. ശരി ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്റൻഷ്യലി അദ്ദേഹം ഇസ്ലാം മത വിശ്വാസികളെ ഇന്റൻഷ്യലി അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല. ശരി ശ്രീ പണിക്കർ,